അതിർത്തിയിൽ വീണ്ടും വെടിവെപ്പ്. ബാലാക്കോട്ടിലെ ഇന്ത്യൻ വ്യോമാക്രമണത്തിന് പിന്നാലെ കശ്മീർ അതിർത്തിയിൽ വെടിവെപ്പ് തുടരുന്നു. ഗ്രാമീണരെ മറയാക്കി പാകിസ്ഥാൻ മിസൈൽ മോർട്ടാർ ആക്രമണം നടത്തി. ആക്രമണത്തിൽ 5 ഇന്ത്യൻ സൈനികർക്ക് പരിക്കേറ്റു. നിസ്സാര പരിക്കുകളാണ് സൈനികരുടേത് എന്ന് പ്രാഥമിക വിവരങ്ങൾ ലഭിക്കുന്നു. പാകിസ്ഥാന്റെ സൈനിക പോസ്റ്റുകൾക്ക് നേരെ ഇന്ത്യ ശക്തമായി തിരിച്ചടിച്ചു. ഇന്ത്യൻ പ്രത്യാക്രമണത്തിൽ നിരവധി പാക് സൈനികർക്ക് പരിക്കേറ്റു. ആക്രമണം പാടില്ലെന്ന് പാകിസ്ഥാനോട് അമേരിക്ക മുന്നറിയിപ്പ് നൽകി. സന്തോഷ് സർലിംഗ് ചേരുന്നു വിശദാംശങ്ങളുമായി. സന്തോഷ്, നേരത്തെ സുഷമ സ്വരാജ് പങ്കെടുക്കുന്ന ചൈനയിലെ യോഗത്തിനെ സംബന്ധിച്ച് സന്തോഷ് പറഞ്ഞിരുന്നു. അവിടെ കാര്യങ്ങൾ സങ്കീർണമാക്കാൻ ഇന്ത്യയും ആഗ്രഹിക്കുന്നില്ല എന്ന് നമ്മുടെ വിദേശകാര്യമന്ത്രി പ്രതികരിച്ചിരിക്കുന്നു. എന്തൊക്കെ വിശദാംശങ്ങൾ ലഭിക്കുന്നു? തീർച്ചയായും നയതന്ത്ര മേഖലയിൽ വലിയ മുന്നേറ്റമാണ് ഇപ്പോൾ ഇന്ത്യ നടത്തുന്നത്. ഇന്ന് ചൈനയിൽ റഷ്യ, ചൈന, ഇന്ത്യ വിദേശകാര്യമന്ത്രിമാരുടെ 16ാമത് യോഗം നടക്കുകയാണ്. ചൈനയിൽ രാവിലെ ചൈനീസ് വിദേശകാര്യമന്ത്രി വാങ് സിയുമായി വിദേശകാര്യമന്ത്രി സുഷമ സ്വരാജ് കൂടിക്കാഴ്ച നടത്തി. വളരെ ഹൃദ്യമായ സ്വീകരണം തന്നെയാണ് ലഭിച്ചത്. അതിനുശേഷം ഇവരുടെ ഉച്ചകോടി ആരംഭിച്ചു. സുഷമ സ്വരാജ് പ്രധാനമായും പുൽവാമ സ്ഫോടനവും അതിനെ തുടർന്ന് ഇന്ത്യൻ വ്യോമസേനയ്ക്ക് പാക് മണ്ണിൽ നടത്തേണ്ടി വന്ന ആക്രമണവും സംബന്ധിച്ചാണ് വിശദീകരണം നൽകിയത്. ചൈനീസ് വിദേശകാര്യമന്ത്രി സെർജി ലാവോയും ഈ ചടങ്ങിൽ പങ്കെടുക്കുകയും ചെയ്തു. എന്നാൽ അദ്ദേഹം മറുപടിയൊന്നും പറഞ്ഞില്ല. മറ്റു പോംവഴികളില്ലായിരുന്നു എന്ന് ഇന്ത്യ വ്യക്തമാക്കി. ഇന്ത്യൻ ഏറെ പ്രശ്നം ഉണ്ടാക്കുന്ന ജെയ്ഷെ മുഹമ്മദിന് എല്ലാ സഹായവും നൽകുന്നത് പാകിസ്ഥാനാണ്. പാക് മണ്ണിൽ നിന്നാണ് അവർ ആക്രമണം നടത്തുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ത്യക്ക് ഇത് ആക്രമിച്ച് കീഴടക്കാതെ മറ്റു പോംവഴികളില്ല എന്ന് സുഷമ സ്വരാജ് വ്യക്തമാക്കി. പാകിസ്ഥാന് ചൈന നൽകുന്ന സഹായത്തെയും പരോക്ഷമായി സുഷമ സ്വരാജ് ഈ സമ്മേളനത്തിൽ വിമർശിക്കുകയും ചെയ്തിരിക്കുന്നു. കാരണം തീവ്രവാദ പ്രവർത്തനങ്ങൾ നിർത്തുകയാണ് ഏറ്റവും ആദ്യം പാകിസ്ഥാൻ ചെയ്യേണ്ടത്. അത് കഴിഞ്ഞു വേണം ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങളെ ഉപദേശിക്കാൻ എന്നാണ് സുഷമ സ്വരാജ് അറിയിച്ചിരിക്കുന്നത്. പാകിസ്ഥാനാകട്ടെ ഇന്നലെ രാത്രിയും അതിർത്തി മേഖലകളുടെ വിവിധ സ്ഥലങ്ങളിൽ വെടിവെപ്പ് നടത്തി. പാകിസ്ഥാൻ സേനയുടെയും തീവ്രവാദികളുടെയും ഒക്കെ പല തരത്തിലുള്ള ആക്രമണങ്ങളാണ് ഇന്നലെ രാത്രി ജമ്മു കാശ്മീരിലെ അതിർത്തി മേഖലകളിൽ ഉണ്ടായത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഷോപ്പിയാൻ ജില്ലയിലെ മമന്ദർ ഏരിയയിലുണ്ടായ അറ്റാക്ക് ആയിരുന്നു. ഗ്രാമീണരെ മറയാക്കിക്കൊണ്ട് മിസൈലുകളും ഗ്രനേഡുകളും ഉപയോഗിച്ചായിരുന്നു ആക്രമണം. ഇതിൽ 5ഓളം ഇന്ത്യൻ സൈനികർക്ക് പരിക്കുപറ്റി. തിരിച്ച് ഇന്ത്യ നടത്തിയ പ്രത്യാക്രമണത്തിൽ 5 പാകിസ്ഥാൻ സൈനിക പോസ്റ്റുകൾ പൂർണ്ണമായും തകർക്കപ്പെട്ടു. അവിടെ ഉണ്ടായിരുന്ന നിരവധി പാകിസ്ഥാൻ സൈനികർക്ക് ഗുരുതരമായ പരിക്കും പറ്റിയിട്ടുണ്ട്. അതുകൂടാതെ ഉറി സെക്ടറിൽ തീവ്രവാദികളെ തന്നെ നേരിട്ട് കടത്തിവിടാനുള്ള ശ്രമമുണ്ടായി. 12ഓളം തീവ്രവാദികളെയാണ് അതിർത്തി കടത്തിവിടാൻ പാക് സേന ശ്രമിച്ചത്. തുടർന്ന് വെടിവെപ്പിൽ 2 തീവ്രവാദികളെ കൊലപ്പെടുത്തി. ബാക്കി 10 പേരെയും വെടിവെച്ച് ഓടിച്ചു എന്നാണ് ലഭിക്കുന്ന വിവരം. ചിലരെ വേണ്ടിയുള്ള തിരച്ചിലൊക്കെ നടത്തിയെന്ന് സൈന്യം പറയുന്നുണ്ടെങ്കിലും അവരെല്ലാവരും പാക് മണ്ണിലേക്ക് മടങ്ങി എന്നാണ് ഏറ്റവും അവസാനം ലഭിക്കുന്ന വിവരം. ഏതെങ്കിലും തരത്തിലുള്ള പ്രകോപനം ഇന്നലെ രാത്രി തന്നെ പാകിസ്ഥാന്റെ ഭാഗത്തുനിന്നുണ്ടാകും എന്ന് ഇന്ത്യ കരുതിയിരുന്നു. വ്യോമ പ്രതിരോധം ഹിമാചൽ പ്രദേശ്, പഞ്ചാബ്, ജമ്മു കാശ്മീർ മേഖലകളിലും ശക്തമാക്കിയിട്ടുണ്ട്. കാരണം ഒരു വ്യോമാക്രമണ സാധ്യത തള്ളിക്കളയാനാകില്ല. അതിനിടയിൽ പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രിയുടെ ഒരു പ്രസ്താവന വന്നിരിക്കുന്നത് ഇരുട്ടായതുകൊണ്ട് തങ്ങൾക്കൊന്നും കാണാൻ പറ്റില്ല എന്നാണ്. അതൊരു നിസ്സഹായ അവസ്ഥ വെളിപ്പെടുത്തുന്നത് കൂടിയാണ്. അവരാണ് ജെയ്ഷെ മുഹമ്മദിനെ പോലുള്ള തീവ്രവാദികളെ ഉന്മൂലനം ചെയ്യുക എന്ന സംശയവും ഇന്ത്യക്ക് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ത്യക്ക് ഈ അതിർത്തി കടന്നു കയറി ആക്രമണം നടത്തി ജെയ്ഷെ അടക്കമുള്ളവരുടെ ഭീകര സംഘടനകളുടെ കേന്ദ്രങ്ങൾ തകർക്കാതെ മറ്റു വഴികളൊന്നുമില്ല. ഇത് നയതന്ത്ര തലത്തിൽ ഇപ്പോൾ സുഷമ സ്വരാജ് ചൈനീസ് വിദേശകാര്യമന്ത്രി അറിയിച്ചു. അതിനപ്പുറത്തേക്ക് അമേരിക്കൻ നയതന്ത്ര വിദഗ്ധരുമായി ഇന്ത്യ ചർച്ച നടത്തുകയും ചെയ്തു. അതിന്റെ ഭാഗമായി അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി ഇന്ന് രാവിലെ ഒരു പ്രസ്താവന പുറത്തിറക്കി. അതിൽ അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്ന മേഖലയിൽ സമാധാനം നിലനിർത്തണം, അതിനായി പാകിസ്ഥാൻ അവരുടെ സ്വന്തം മണ്ണിലെ ഭീകര പ്രവർത്തനങ്ങളെ ഇല്ലായ്മ ചെയ്യണം എന്നതാണ്. ഇപ്പോൾ ഇന്ത്യ നടത്തിയിരിക്കുന്ന ജെയ്ഷെ മുഹമ്മദിന്റെ തീവ്രവാദ കേന്ദ്രങ്ങൾ തകർത്ത സാഹചര്യത്തിൽ പാകിസ്ഥാൻ ഇനി അതിന് പ്രത്യാക്രമണമായി സൈനിക നടപടി പാടില്ല എന്നും അമേരിക്ക മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഇതുവരെ പാകിസ്ഥാനെ സംബന്ധിച്ച് പ്രതികരിച്ചിട്ടില്ല. പാകിസ്ഥാനിൽ നിന്ന് അടിയന്തരമായി പാർലമെന്റ് സമ്മേളനം ചേരുന്നുണ്ട് ഈ വിഷയത്തിൽ. അതിനുശേഷമായിരിക്കും പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും പ്രതികരണം ഉണ്ടാകാൻ സാധ്യത. പക്ഷെ എന്തായാലും അമേരിക്കൻ മുന്നറിയിപ്പ് അത്ര എളുപ്പം തള്ളിക്കളയാൻ പാകിസ്ഥാൻ എന്ന രാജ്യത്തിന് കഴിയുകയുമില്ല. ശരി സന്തോഷ്, ഇതുവരെയുള്ള വിശദാംശങ്ങൾ വ്യക്തമാണ്. കൂടുതൽ മണിക്കൂറുകളിൽ വരുന്ന വിശദാംശങ്ങൾക്ക് വീണ്ടും സന്തോഷിലേക്ക് എത്താം. ഏതായാലും ഈ വിഷയം കൂടുതൽ സങ്കീർണമാക്കാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് സുഷമ സ്വരാജ് തന്നെ ചൈനയിൽ
അറിയിച്ചിരിക്കുന്നു. ഇന്ത്യ നടത്തിയത് ഒരു സൈനിക നടപടി അല്ല എന്ന നിലപാടും ഇന്ത്യക്ക് വേണ്ടി വിദേശകാര്യമന്ത്രി ആവർത്തിച്ചിരിക്കുന്നു. വിശദാംശങ്ങളാണ് സന്തോഷ് നൽകിയത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിനായുള്ള പൊതു മിനിമം പരിപാടി തയ്യാറാക്കാൻ പ്രതിപക്ഷ പാർട്ടികളുടെ യോഗം ഇന്ന് ദില്ലിയിൽ ചേരും. പുൽവാമ ഭീകരാക്രമണം, പാക് ഭീകര കേന്ദ്രങ്ങൾക്കെതിരായ വ്യോമാക്രമണം എന്നിവ സംബന്ധിച്ച് വിശദമായ ചർച്ച യോഗത്തിൽ നടക്കും. ഭീകര കേന്ദ്രങ്ങൾക്കെതിരായ ആക്രമണം രാഷ്ട്രീയ മുതലെടുപ്പിന് കേന്ദ്രം ഉപയോഗിച്ചാൽ അതിനെ എങ്ങനെ നേരിടും എന്ന യോഗത്തിൽ ചർച്ചയുണ്ടാകും. ഇതുകൂടാതെ തൊഴിലില്ലായ്മ അടക്കമുള്ള വിഷയങ്ങൾ സജീവ പ്രചരണ വിഷയം ആക്കുന്നതിനുള്ള തന്ത്രങ്ങൾക്കും രൂപം നൽകും. കോൺഗ്രസ്, തൃണമൂൽ, NCP, നാഷണൽ കോൺഫറൻസ്, ആം ആദ്മി പാർട്ടി തുടങ്ങിയ പാർട്ടികൾ യോഗത്തിൽ പങ്കെടുക്കും. രാഹുൽ ഗാന്ധി, മമതാ ബാനർജി, അരവിന്ദ് കെജ്രിവാൾ തുടങ്ങിയ പ്രമുഖ നേതാക്കൾ തന്നെ ചർച്ചയിൽ പങ്കാളികളാകും. കോടിയേരി നയിക്കുന്ന തെക്കൻ മേഖല കേരള സംരക്ഷണ യാത്ര എറണാകുളം ജില്ലയിൽ പ്രവേശിച്ചു. കോതമംഗലത്താണ് ആദ്യ സ്വീകരണ കേന്ദ്രം. തുടർന്ന് മൂവാറ്റുപുഴ, പിറവം, പട്ടിമറ്റം എന്നിവിടങ്ങളിൽ സ്വീകരണം നൽകും. ഫെബ്രുവരി 28, മാർച്ച് 1 എന്നീ തീയതികളിൽ ജാഥ എറണാകുളം ജില്ലയിൽ പര്യടനം നടത്തും. സാലി മുഹമ്മദ് ചേരുന്നുണ്ട്. സാലി, ജാഥ ജില്ലയിൽ എത്തിയിരിക്കുന്നു. എങ്ങനെയുണ്ട് LDF പ്രവർത്തകരുടെ പ്രതികരണം? കൂടുതൽ സൂക്ഷ്മമായി രാഷ്ട്രീയ ക്യാമ്പയിനുകളെ നോക്കാൻ എറണാകുളം ജില്ലയിലെ ആളുകൾ എത്തുന്നുണ്ടോ? വിശദാംശങ്ങൾ. കോടിയേരി നയിക്കുന്ന കേരള സംരക്ഷണ യാത്ര ഇടുക്കി ജില്ലയിലെ പര്യടനം പൂർത്തിയാക്കി എറണാകുളം ജില്ലയിലേക്ക് പ്രവേശിച്ചുകൊണ്ടിരിക്കുകയാണ്. എറണാകുളം ജില്ലയുടെ ഇടുക്കി ജില്ലകളുടെ അതിർത്തിയായ പൈങ്ങോട്ടൂരിലേക്ക് ജാഥ എത്തിക്കൊണ്ടിരിക്കുന്നു. അല്പസമയത്തിനകം തന്നെ ജില്ലയിൽ പ്രവേശിക്കും. എറണാകുളം ജില്ലയിലെ പ്രധാന നേതാക്കൾ എല്ലാവരും തന്നെ ജില്ലാ സെക്രട്ടറി അടക്കമുള്ളവർ ജാഥ സ്വീകരിക്കാൻ എത്തിയിട്ടുണ്ട്. ഇടുക്കിയിൽ നിന്ന് തൊടുപുഴയിലായിരുന്നു ഇന്നലെ വൈകിട്ടത്തെ അവസാനത്തെ സ്വീകരണ കേന്ദ്രം. ഇപ്പോൾ ഇടുക്കി ജില്ലയിലെ CPM പ്രവർത്തകരും LDF പ്രവർത്തകരും ചേർന്ന് ജാഥയെ യാത്രയാക്കിയിരിക്കുകയാണ്. ജാഥയായി നൂറുകണക്കിന് ഇരുചക്ര വാഹനങ്ങളുടെ അകമ്പടിയോടുകൂടിയാണ് ജില്ല കടത്തിവിടുന്നത്. ഏതായാലും ആയിരക്കണക്കിന് പ്രവർത്തകർ ഇപ്പോഴും ജാഥയ്ക്കൊപ്പം വാഹനങ്ങളിലും മറ്റുമായി സഞ്ചരിക്കുന്നുണ്ട്. അല്പസമയത്തിനകം തന്നെ ജില്ലയിൽ പ്രവേശിക്കും. ആദ്യ സ്വീകരണ കേന്ദ്രം 10 മണിക്ക് ആണ് കോതമംഗലത്ത് നിശ്ചയിച്ചിരിക്കുന്നത്. ഏതാണ്ട് ഒരു 10:11 മണിക്ക് മുന്നോടിയായി തന്നെ കോടിയേരി ഇവിടെ കോതമംഗലത്ത് എത്തിച്ചേരുകയും സ്വീകരണ യോഗത്തിൽ പ്രസംഗിക്കുകയും ചെയ്യും. ഉച്ചയ്ക്ക് ശേഷം 3 സ്വീകരണ കേന്ദ്രങ്ങൾ ഇന്നുണ്ട്. അത് 3 മണിക്ക് മൂവാറ്റുപുഴയും 4 മണിക്ക് പിറവത്തും 5 മണിക്ക് കുന്നത്തുനാടുമാണ് ഇന്ന് ശേഷിക്കുന്ന സ്വീകരണ കേന്ദ്രങ്ങൾ. കുന്നത്തുനാട് ഇന്നത്തെ സ്വീകരണം ഇന്ന് കുന്നത്തുനാട് സമാപിക്കും. തുടർന്ന് നാളെ 28-ാം തീയതി പെരുമ്പാവൂരിൽ നിന്നാണ് നാളത്തെ പര്യടനം ആരംഭിക്കുക. തുടർന്ന് അങ്കമാലി, ആലുവ, കളമശ്ശേരി എന്നിവിടങ്ങളിൽ നാളെ പര്യടനം നടത്തും. മാർച്ച് 1-ന് പറവൂർ, വൈപ്പിൻ, കൊച്ചി എന്നിവിടങ്ങളിൽ സ്വീകരണം ഏറ്റുവാങ്ങിയ ശേഷം എറണാകുളം ജില്ലയിലെ പര്യടനത്തിന് സമാപനം മറൈൻ ഡ്രൈവിൽ പൂർത്തിയാക്കും. ഏതായാലും വലിയ ആവേശത്തോടു കൂടിയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ തെക്കൻ മേഖലാ ജാഥ തെക്കൻ ജില്ലകളിലൂടെ പര്യടനം പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ 6 ജില്ലകളിലെ പര്യടനം പൂർത്തിയാക്കി എറണാകുളം ജില്ലയിലേക്ക് പ്രവേശിച്ചുകൊണ്ടിരിക്കുകയാണ്. ശരി സാലി, തെക്കൻ മേഖലാ ജാഥ LDFന്റെ എറണാകുളം ജില്ലയിൽ കടന്നിരിക്കുന്നു. സാലി മുഹമ്മദാണ് വിശദാംശങ്ങൾ നൽകിയത്. അതേസമയം കാനം രാജേന്ദ്രൻ നയിക്കുന്ന കേരള സംരക്ഷണ യാത്ര ഇന്ന് പാലക്കാട് ജില്ലയിൽ തൃത്താലയിലാണ് ജില്ലയിൽ ആദ്യ സ്വീകരണം. 3 ദിവസം ജാഥ ജില്ലയിൽ പര്യടനം നടത്തും. മറ്റൊരു നിർണായക വാർത്തയുടെ വിശദാംശങ്ങൾ കൂടി ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നു. പാകിസ്ഥാന് അമേരിക്കയുടെ മുന്നറിയിപ്പുണ്ടായിരിക്കുന്നു. മേഖലയിൽ സമാധാനം നിലനിർത്താൻ ഇരു രാജ്യങ്ങളും ശ്രമിക്കണമെന്നും അമേരിക്കൻ വിദേശകാര്യ സെക്രട്ടറി മൈക്ക് പോംപെ പറഞ്ഞിരിക്കുന്നു. വിശദാംശങ്ങളുമായി ന്യൂസ് ഡെസ്കിൽ നിന്ന് നൃപൻ ചേരുന്നു. നൃപൻ, ഭീകര സംഘടനകൾക്കാണ് ഇന്ത്യ കനത്ത പ്രഹരം ഏൽപ്പിക്കുന്നത്, മറിച്ച് സൈനിക നടപടിയല്ല എന്ന് ഇന്ത്യൻ നിലപാട് ആവർത്തിക്കപ്പെടുന്നു. ഈ ഘട്ടത്തിൽ അമേരിക്ക വളരെ കൃത്യമായി പറയുന്നു, പാകിസ്ഥാൻ മണ്ണിലെ തീവ്രവാദത്തിനെ അമർച്ച ചെയ്യുകയാണ് ആദ്യം വേണ്ടത്, സൈനിക നടപടിയിലേക്ക് കാര്യങ്ങൾ പോകരുത്, മേഖലയിൽ സമാധാനം ഉറപ്പാക്കാൻ 2 രാജ്യങ്ങളും ശ്രദ്ധിക്കണം എന്ന്. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ആനന്ദ്, ഈ അവസരത്തിൽ അമേരിക്കയുടെ നിലപാട് ഇന്ത്യയെ സംബന്ധിച്ചും അതോടൊപ്പം തന്നെ പാകിസ്ഥാനെ സംബന്ധിച്ചും നിർണായകമാണ്. ഇക്കാര്യത്തിൽ അമേരിക്ക ആദ്യ ഘട്ടത്തിൽ ട്രംപ് ആദ്യഘട്ടത്തിൽ ഈ വിഷയം സംഘർഷ സാധ്യത ഉണ്ടായ സമയത്ത് തന്നെ ഇരു രാജ്യങ്ങൾ തമ്മിലുള്ള വലിയ സംഘർഷം നിലനിൽക്കുന്നു എന്ന പ്രതികരണം ആദ്യഘട്ടത്തിൽ നടത്തിയിരുന്നു. അതിനുശേഷമാണ് കുറച്ചുകൂടി വ്യക്തതയോടുകൂടി അമേരിക്ക ഇപ്പോൾ പ്രതികരിച്ചിരിക്കുന്നത്. ഈ പ്രദേശത്ത് ഇരു രാജ്യങ്ങളുടെ ഇടയിൽ സമാധാനം പുനഃസ്ഥാപിക്കണം എന്നാണ് അമേരിക്കയുടെ നിലപാട്. ഇത് വ്യക്തമായ സൂചനയാണ് നൽകുന്നത്. യുദ്ധത്തിലേക്ക് കടക്കരുത് എന്ന വ്യക്തമായ താക്കീതായി തന്നെ ഇരു രാജ്യങ്ങളും ഇത് കാണേണ്ടി വരും.
പ്രത്യേകിച്ച് ആനന്ദ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ പറഞ്ഞ ഭീകരവാദത്തെ അമർച്ച ചെയ്യാനുള്ള നിലപാടിൽ അമേരിക്ക വ്യക്തത വരുത്തുമ്പോൾ യുദ്ധത്തിലേക്ക് കടക്കരുത് എന്ന ഇരു രാജ്യങ്ങൾക്കുള്ള മുന്നറിയിപ്പ് കൂടി അമേരിക്ക നൽകുന്നുണ്ട്. അതായത് കഴിഞ്ഞ ദിവസം ഇന്ത്യ നടത്തിയ ആക്രമണം എന്ന് പറയുന്നത് ഈ ഭീകരവാദ പ്രദേശങ്ങൾ ക്യാമ്പുകൾ കേന്ദ്രീകരിച്ചാണ്. അതിനെ അമേരിക്ക ഒരു ഘട്ടത്തിൽ ഒരുപക്ഷെ അനുകൂലിക്കുന്നുണ്ടാകാം. മറിച്ച് ഈ സംഘർഷം തുടർന്നുപോയി ഒരു യുദ്ധത്തിലേക്ക് കലാശിക്കരുത് എന്ന നിലപാടാണ് ഇപ്പോൾ അമേരിക്ക മുന്നോട്ട് വച്ചിരിക്കുന്നത്. ഇത് വളരെ നിർണായകമാണ്. ഇക്കാര്യത്തിൽ ഇന്ത്യ പാകിസ്ഥാൻ തർക്കത്തിൽ അതിർത്തിയിലുള്ള ഭീകരവാദ നുഴഞ്ഞുകയറ്റ പ്രവർത്തനത്തിൽ ഇന്ത്യ മുൻപേ എടുക്കുന്ന നിലപാടുകളിൽ അമേരിക്ക സ്വീകരിച്ച മുൻ നിലപാടിൽ നിന്ന് വ്യത്യസ്തമാണ് എന്നുകൂടി പറയേണ്ടി വരും. അതായത് ഇക്കാര്യത്തിൽ ആദ്യഘട്ടത്തിൽ തന്നെ ഇന്ത്യ വിവിധ രാജ്യങ്ങളുമായി നടത്തിയ ചർച്ചയിലൊക്കെ തന്നെ ഭീകരവാദത്തെ അമർച്ച ചെയ്യുന്നതിൽ രാജ്യങ്ങളുടെ പൂർണ്ണമായ പിന്തുണ ഇന്ത്യ പ്രതീക്ഷിച്ചിരുന്നു. ആ ഘട്ടത്തിൽ തുടക്കത്തിൽ ഇന്ത്യക്ക് നേരെയുള്ള സൈനികർക്ക് നേരെയുള്ള ആക്രമണത്തിൽ ട്രംപ് പറഞ്ഞിരുന്നത് ഭീകരവാദത്തെ ഈ പറഞ്ഞ അതീവ സംഘർഷ അവസ്ഥയിലേക്ക് ഇരു രാജ്യങ്ങൾ തമ്മിലുള്ള സംഘർഷ അവസ്ഥയിലേക്ക് നീങ്ങുന്നു എന്ന സൂചനയാണ് ആദ്യഘട്ടത്തിൽ ട്രംപ് നൽകിയിരുന്നത്. എന്നാൽ ഇപ്പോൾ പറയുന്നത് അമേരിക്ക നൽകുന്ന സൂചന ഇരു രാജ്യങ്ങളും ഇക്കാര്യത്തിൽ സമാധാനം പുനഃസ്ഥാപിക്കാൻ ഇരു രാജ്യങ്ങളും ഒരുപോലത്തെ പങ്ക് വഹിക്കണം എന്നതാണ്. അതായത് ഏകപക്ഷീയമായ നിലപാട് ഇക്കാര്യത്തിൽ അമേരിക്ക നൽകുന്നില്ല. ഈ അമേരിക്കയുടെ നിലപാട് മറ്റ് ലോകരാജ്യങ്ങളും വളരെ ഗൗരവത്തോടെ കാണുമെന്ന കാര്യം ഉറപ്പാണ്. നിർബൻ അക്കാര്യത്തിൽ നിന്ന് നമ്മൾ വായിച്ചെടുക്കേണ്ടത് എന്താണ്? ഒരു പക്ഷേ നമുക്കറിയാം, ലോകരാജ്യങ്ങളിൽ വളരെ വ്യത്യസ്തമായ ഒരു സംഭവം ഇവിടെ ഉള്ളത്. രണ്ട് അയൽരാജ്യങ്ങളാണ്, തൊട്ടടുത്താണ് പാകിസ്ഥാനും ഇന്ത്യയും. രണ്ടുപേരും ആണവ ശക്തികളാണ്. ഒരു സൈനിക നടപടിയിലേക്ക് ഇരു രാജ്യങ്ങൾ പോവുകയാണെങ്കിൽ അത് വലിയ വിപത്ത് ലോകത്താകമാനം ഉണ്ടാക്കും എന്ന ദീർഘവീക്ഷണം അമേരിക്ക മുന്നോട്ട് വെക്കുന്നുണ്ടോ? അത് ലോകരാജ്യങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോ? തീർച്ചയായും അമേരിക്ക പോലുള്ള ഒരു രാജ്യം ഇതിന് വളരെ ഗൗരവത്തോടെ കാണുന്നത് പ്രധാനമായും ഈ ആനന്ദ് സൂചിപ്പിച്ച പ്രധാന കാര്യമാണ്. ഇരു രാജ്യങ്ങളും ആണവ ശക്തികളാണ്. ഈ ആണവ ശക്തിയുള്ള രാജ്യങ്ങൾ എന്ന നിലയിൽ ഒരു വിഷയത്തിലേക്ക് സെൻസിറ്റീവായ വിഷയം തുടർന്നു പോവുകയാണെങ്കിൽ വലിയ യുദ്ധത്തിലേക്ക് പോകും. ലോകം രണ്ട് ചേരിയിലേക്ക് തിരിയുന്ന സംവിധാനത്തിലേക്ക് പോകും. അങ്ങനെ ഇരു രാജ്യങ്ങളുമായുള്ള പതിറ്റാണ്ടുകൾ നീണ്ട സംഘർഷം, ഇരു രാജ്യങ്ങൾ തമ്മിലുള്ള അതിർത്തി പ്രദേശത്തിലുള്ള തർക്കം, ഭീകരവാദം, നുഴഞ്ഞുകയറ്റം തുടങ്ങിയ വിഷയങ്ങളിൽ ഇന്ത്യയുടെ നിലപാട്, ഇത് ഇന്ത്യയും പാകിസ്ഥാനുമായുള്ള വിഷയം ലോകരാജ്യങ്ങളിൽ വലിയ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയം തന്നെയാണ്. ഇക്കാര്യത്തിൽ മുൻപും അമേരിക്ക പല ഘട്ടങ്ങളിലും പല നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. എന്നാൽ തുടക്കത്തിൽ ആദ്യ ഘട്ടത്തിലെടുത്ത നിലപാടിന് വ്യത്യസ്തമായി കുറച്ചുകൂടി വ്യക്തമായി അമേരിക്ക കാര്യങ്ങൾ പറയുന്നു എന്നതാണ്. ഇത് വ്യക്തമായ സൂചനയും നൽകുന്നുണ്ട്. കുറച്ച് ഏകപക്ഷീയമായ നിലപാട്, കുറച്ച് അനുകൂലമായി ഇന്ത്യക്ക് അനുകൂലമായ, അതായത് ഇന്ത്യ ഉയർത്തിപ്പിടിച്ച ഭീകരവാദത്തിനെതിരെ ഉയർത്തിപ്പിടിച്ച നിലപാടുകൾക്ക് ലോകരാജ്യങ്ങളിൽ വ്യക്തമായ പിന്തുണ ലഭിക്കുന്ന ഘട്ടത്തിൽ കൂടി അമേരിക്ക തുറന്ന നിലപാട് പ്രഖ്യാപിച്ചിരിക്കുന്നു. അതോടൊപ്പം തന്നെ ഈ തുറന്ന നിലപാടിൽ ഒന്നുകൂടി വ്യക്തമാക്കുന്നുണ്ട്, അതായത് ഇരു രാജ്യങ്ങളും മേഖലയിൽ സംഘർഷം അവസാനിപ്പിക്കാൻ, സമാധാനം പുനഃസ്ഥാപിക്കാൻ ഇരു രാജ്യങ്ങളും മുൻകൈയെടുക്കണം എന്ന സൂചനയാണ് അമേരിക്ക നൽകുന്നത്. ഈ സൂചന യുദ്ധത്തിലേക്ക് കാര്യങ്ങൾ വഴിതിരിച്ചു വിടരുത്, യുദ്ധത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുചെന്ന് എത്തിക്കരുത് എന്ന സൂചനയാണ് അമേരിക്ക മുന്നോട്ട് വയ്ക്കുന്നത്. സംഘർഷം അവസാനിപ്പിക്കണം, അതോടൊപ്പം തന്നെ ഭീകരവാദം തുടച്ചു തീർക്കുന്നതിൽ നിലപാടിൽ അമേരിക്ക നേരത്തെ ട്രംപ് പറഞ്ഞതുപോലുള്ള നിലപാട്, ചിലപ്പോൾ തുറന്ന നിലപാട് ഇന്ത്യക്കൊപ്പം ഉണ്ടാകും. പക്ഷേ ഇതൊരു യുദ്ധ സാധ്യതയിലേക്ക് വിഷയങ്ങൾ വലിച്ച് ഇഴച്ചു കൊണ്ടുപോകരുത് എന്ന സൂചനയാണ് അമേരിക്കയുടെ നിലപാടിലൂടെ ഇപ്പോൾ വ്യക്തമാകുന്നത്. ആനന്ദ്, നിർബൻ, ഇതുമായി കൂട്ടി വായിക്കാൻ കഴിയുന്ന മറ്റൊന്നുകൂടിയുള്ളത് ചൈനയിൽ സുഷമ സ്വരാജ്, ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രി, ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് ഈ വിഷയം കൂടുതൽ സങ്കീർണമാക്കാൻ ഞങ്ങളും ആഗ്രഹിക്കുന്നില്ല എന്ന് തന്നെയാണ്. അതും ഇതിനോട് കൂട്ടി വായിക്കാൻ കഴിയുന്നതാണ്. കാരണം സൈനിക നടപടിയല്ല ഇന്ത്യ നടത്തിയതെന്ന് ലോകരാജ്യങ്ങൾക്ക് മുന്നിൽ ഇന്ത്യ ആവർത്തിക്കുകയാണ്, മറിച്ച് ഭീകരവാദത്തിനെതിരെയുള്ള നിലപാടാണ് എടുത്തത് എന്നാണ്. സൈനിക നടപടിയിലേക്ക് പോയാൽ നിർബൻ സൂചിപ്പിച്ചതുപോലെ കാര്യങ്ങൾ കൂടുതൽ സങ്കീർണമാകും, ലോകരാജ്യങ്ങൾക്ക് അതിനകത്ത് ഇടപെടേണ്ടി വരും, സാഹചര്യങ്ങൾ വഷളാകും. അതുകൊണ്ട് തന്നെ സങ്കീർണമാക്കാൻ ഇന്ത്യ ഉദ്ദേശിക്കുന്നില്ല എന്ന നിലപാട് അമേരിക്ക അടക്കമുള്ള ഈ രാജ്യങ്ങൾ നൽകിയ മുന്നറിയിപ്പിനെ അതിനോട് പിൻബലം കൊടുക്കുന്നത് കൂടിയല്ലേ? ആനന്ദ് പറഞ്ഞ വ്യക്തമായ സൂചനയാണ്. അതായത് ഈ പറഞ്ഞ ആക്രമണങ്ങളും പ്രത്യാക്രമണങ്ങളും നടന്നപ്പോൾ തന്നെ ഇന്ത്യ വളരെ വ്യക്തമായ ഒരു ആസൂത്രണം നടത്തി. ഇന്ത്യ വളരെ വ്യക്തമായി ലോകരാജ്യങ്ങൾക്കിടയിൽ ബോധ്യപ്പെടുത്തിയത് കഴിഞ്ഞ ദിവസം സൈനിക ഇതിന് ശേഷം നടത്തിയ ഇന്ത്യയുടെ പ്രതികരണത്തിൽ തന്നെ സൂചനയാണ്. ഇതൊരിക്കലും ഒരു രാജ്യത്തിനെതിരെയുള്ള യുദ്ധമല്ല, മറിച്ച് തീവ്രവാദം തുടച്ചു നീക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പോരാട്ടമാണ്. ഈ പറഞ്ഞ പാകിസ്ഥാനിലേക്ക് ഇന്ത്യ നടത്തിയ അതിർത്തി കടന്നുള്ള
ആക്രമണത്തിലും ഈ പറഞ്ഞ ഭീകരവാദ കേന്ദ്രം ലക്ഷ്യമാക്കിയുള്ള ആക്രമണമായിരുന്നു. അത് മാത്രമാണ് ലക്ഷ്യം വെച്ചിരുന്നത്. ലോകരാജ്യങ്ങൾക്കിടയിൽ ഇന്ത്യ വർഷങ്ങളായി, പതിറ്റാണ്ടുകളായി ഇന്ത്യയെ വെല്ലുവിളിക്കുന്ന ഈ ഭീകരവാദത്തെ തുടച്ചു നിൽക്കുന്നതിനുള്ള പോരാട്ടമാണ്. നിവർത്തിയില്ലാത്ത ഒരു ആക്രമണമാണ് എന്ന് തന്നെയാണ് കഴിഞ്ഞ ദിവസം ഇന്ത്യ പ്രതികരിച്ചത്. ആ ആക്രമണത്തെ ലോകരാജ്യങ്ങളിൽ നിന്ന് പൂർണ്ണമായ പിന്തുണ ഇന്ത്യ നേടുക, മറിച്ച് യുദ്ധത്തിലേക്ക് പോകാൻ ഇന്ത്യ ആഗ്രഹിക്കുന്നില്ല. അത് തന്നെയാണ് അമേരിക്കയെ സൂചിപ്പിക്കുന്നത്. ലോകരാജ്യങ്ങൾക്ക് ഇടയിൽ ഇന്ത്യയുടെ ഈ നിലപാട് വ്യക്തതയോടെ മുന്നോട്ട് കൊണ്ടുവരിക, മറിച്ച് ഭീകരവാദത്തെ പാകിസ്ഥാൻ പൂർണ്ണമായി പാകിസ്ഥാന്റെ പിന്തുണയോടുകൂടി ഭീകരവാദം സജീവമാകുന്നു. അതിന്റെ വെല്ലുവിളി നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി നേടുന്ന രാജ്യം ഇന്ത്യയാണ്. ഈ നിലയ്ക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. അതുകൊണ്ട് ലോകരാജ്യങ്ങൾക്കിടയിൽ ഈ ഭീകരവാദത്തെ തുടച്ചു നിൽക്കുന്നതിനുള്ള വ്യക്തമായ പിന്തുണ നേടുന്നതിനോടൊപ്പം അതിൽ പാകിസ്ഥാനെ ഒറ്റപ്പെടുത്താനുള്ള ശ്രമമാണ് ഇന്ത്യ നടത്തുന്നത്. ഏറെക്കുറെ അക്കാര്യങ്ങളിൽ ഇന്ത്യ വിജയിച്ചു എന്ന് തന്നെ ഇതുവരെയുള്ള നടപടിയിൽ പറയാം. ഇപ്പോൾ അമേരിക്കയുടെ കൂടെ പ്രതികരണം വന്ന സ്ഥിതിക്ക് മറ്റ് രാജ്യങ്ങളുടെ നിലപാട് ഇനി എന്തായിരിക്കുമെന്ന് കാത്തിരുന്ന് കാണേണ്ട കാര്യമാണ്. ഇപ്പോൾ അമേരിക്കയുടെ നിലപാട് വന്നിരിക്കുന്നു. ഭീകരവാദത്തിനെതിരെയുള്ള നിലപാട്, ഇന്ത്യയുടെ നിലപാട് തുടരുന്നതോടൊപ്പം തന്നെ ഈ യുദ്ധത്തിലേക്ക് വിഷയങ്ങൾ പോകരുത് എന്ന സൂചനയും അമേരിക്ക നൽകുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ഇന്ത്യയുടെ തന്നെ നയതന്ത്ര രംഗത്തുള്ള വിദഗ്ധർ സൂചിപ്പിച്ചതാണ്, ഇന്ത്യ ഒരിക്കലും ഒരു യുദ്ധം ആഗ്രഹിക്കുന്നില്ല, മറിച്ച് ഭീകരവാദത്തിനെതിരെയുള്ള പോരാട്ടം പാകിസ്ഥാൻ ഇക്കാര്യത്തിൽ ഒറ്റപ്പെടുത്തുക, ലോക രാജ്യങ്ങളിടയിൽ ഭീകരവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി പാകിസ്ഥാൻ നടത്തുന്ന പ്രവർത്തനങ്ങളെ വെളിച്ചത്ത് കൊണ്ടുവരിക എന്ന ലക്ഷ്യം, അതിൽ ലോകരാജ്യങ്ങളുടെ മുഴുവൻ പിന്തുണ ഇന്ത്യക്ക് നേടാനാവുക എന്നതാണ് ഇന്ത്യ ഈ സൈനിക നടപടിയിലൂടെയും അതോടൊപ്പം ലോകരാജ്യങ്ങളിലൂടെ ഇപ്പോൾ ചൈനയിൽ നടത്തിയ സുഷമ സ്വരാജിന്റെ ചൈന സന്ദർശനവുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടുള്ള ആനന്ദ് സൂചിപ്പിച്ചതുപോലുള്ള നടപടിക്രമങ്ങളും പ്രസ്താവനകളും പുറത്തു വരുമ്പോൾ നാം മനസ്സിലാക്കേണ്ടത്. ആനന്ദ്, വ്യക്തമാണ്. വി എസ് നിർഭനാണ് ന്യൂസ് ഡെസ്കിൽ നിന്ന് വിശദമായ വിവരങ്ങൾ, ഇപ്പോൾ ലഭിക്കുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ നമ്മളോട് പങ്കുവച്ചത്. അമേരിക്ക കൂടി ഈ ഘട്ടത്തിൽ കൃത്യമായ ഒരു നിലപാട് എടുത്തിരിക്കുന്നു. ഇരു രാജ്യങ്ങളും സൈനിക നടപടിയിലേക്ക് പോകുന്നതിൽ തീർത്തും താല്പര്യമില്ല എന്ന് അമേരിക്ക പറഞ്ഞിരിക്കുന്നു. ഒപ്പം പാകിസ്ഥാനിലെ ഭീകരവാദ പ്രവർത്തനത്തിനെതിരെ ആ മണ്ണിൽ തന്നെ പാകിസ്ഥാൻ സർക്കാർ നിലപാടെടുക്കണം എന്ന ശക്തമായ മുന്നറിയിപ്പ് അമേരിക്ക നൽകിയിരിക്കുന്നു. വിശദാംശങ്ങളാണ് നിർഭൻ നൽകിയത്. ഒരിടവേള. അവസരങ്ങൾക്കൊത്ത് നിലപാട് മാറ്റുന്നതിൽ പ്രസിദ്ധനാണ് ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡു. നിയമസഭാ തെരഞ്ഞെടുപ്പും ലോക്സഭാ തെരഞ്ഞെടുപ്പും ഒരുമിച്ചെത്തുന്ന ആന്ധ്രാപ്രദേശിൽ വലിയ പ്രചാരണമാണ് ഇത്തവണ നടക്കുന്നത്. പ്രതിപക്ഷ പാർട്ടികളുടെ നേതൃനിരയിൽ സ്വയം പ്രതിഷ്ഠിക്കുന്ന നായിഡുവിന് ആന്ധ്രയും കേന്ദ്രവും ഒരുമിച്ച് പിടിക്കണം. YSR കോൺഗ്രസും ചലച്ചിത്രതാരം പവൻ കല്യാണും നടത്തുന്ന മുന്നേറ്റങ്ങൾ ചന്ദ്രബാബു നായിഡുവിന്റെ സംസ്ഥാന മോഹങ്ങൾക്ക് തടസ്സമുണ്ടാക്കുന്നു. NDA മുന്നണിയിൽ ഒപ്പം നിന്ന് BJPയുമായി അധികാരം പങ്കിട്ട ചന്ദ്രബാബു നായിഡു കഴിഞ്ഞ വർഷമാണ് കളം മാറ്റി ചവിട്ടിയത്. അന്നേ വരെ വിമർശിച്ചിരുന്ന രാഹുൽ ഗാന്ധിയുമായി പുതിയ ബാന്ധവവും തുടങ്ങി. UPAക്കെതിരെ 2013 ദില്ലിയിൽ സമരം നടത്തിയ ചന്ദ്രബാബു നായിഡു അതേ വേദിയിൽ മോദിക്കെതിരെ കഴിഞ്ഞ മാസം സമരം നടത്തുന്നതിനും ദില്ലി സാക്ഷ്യം വഹിച്ചു. ആന്ധ്രയ്ക്ക് പ്രത്യേക പദവി ഇല്ല എന്നതാണ് മോദിയുമായി പിണങ്ങാൻ കാരണമായി പറഞ്ഞത്. അതിനപ്പുറം സംസ്ഥാനത്ത് BJPക്കെതിരെ ഉയരുന്ന ജനവികാരം ഘടകകക്ഷിയായ TDPക്കെതിരെ തിരിയാതിരിക്കാനുള്ള തന്ത്രപരമായ നീക്കം കൂടിയായിരുന്നു അത്. 2014 തെരഞ്ഞെടുപ്പിൽ 45.7% വോട്ട് ലഭിച്ച ജഗ്മോഹൻ റെഡ്ഡിയുടെ YSR കോൺഗ്രസ് മുഖ്യപ്രതിപക്ഷമായി സംസ്ഥാനത്ത് ഉയർന്നു വരുന്നത് നായിഡുവിനെ ആശങ്കയിലാക്കുന്നു. സിനിമകൾക്കേറെ പ്രാധാന്യം കൊടുക്കുന്ന ആന്ധ്രയിൽ ചന്ദ്രബാബു നായിഡുവിനെ വില്ലനാക്കി പുതിയ സിനിമയും പുറത്തിറങ്ങുന്നുണ്ട്. ചലച്ചിത്രതാരം പവൻ കല്യാൺ ജനസേവാ പാർട്ടി രൂപീകരിച്ച് വലിയ മുന്നേറ്റമുണ്ടാക്കുന്നു. സൂപ്പർ സ്റ്റാർ ചിരഞ്ജീവിയുടെ സഹോദരനാണ് പവൻ കല്യാൺ. TDPയുടെ വോട്ട് ബാങ്കുകളിലാണ് പവൻ കല്യാൺ മുന്നേറ്റം നടത്തുന്നത്. സംസ്ഥാന ഭരണം കിട്ടിയാൽ പിന്നെ ദേശീയ മോഹങ്ങളാണ് നായിഡുവിന്. പ്രതിപക്ഷ പാർട്ടികളെ ഒരുമിച്ച് BJPക്കെതിരെ നീങ്ങുന്നത് ദില്ലിയിലെ താക്കോൽ സ്ഥാനം ലക്ഷ്യമിട്ട് തന്നെ. 175 അംഗ നിയമസഭയിൽ 103 സീറ്റ് TDPക്ക്, 67 സീറ്റ് YSR കോൺഗ്രസിന്. 1996 വരെ ആന്ധ്രാപ്രദേശ് ഭരിച്ചിരുന്ന കോൺഗ്രസ് സംസ്ഥാന വിഭജനത്തിനു ശേഷം പൂർണ്ണമായും തുടച്ചു നീക്കപ്പെട്ടിരിക്കുന്നു. ചന്ദ്രബാബു നായിഡുവുമായി സഖ്യത്തിലാകും ഇത്തവണ ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ നേരിടുകയെന്ന സൂചന കോൺഗ്രസ് നൽകുന്നു. ന്യൂസ് ബ്യൂറോ, ദില്ലി. പ്രളയത്തിനു ശേഷം കുട്ടനാട് കാർഷിക മേഖലയും ശക്തി പ്രാപിക്കുന്നു. നെൽകൃഷി രംഗത്ത് മുൻപെങ്ങുമില്ലാത്ത വിധത്തിലുള്ള നേട്ടമാണ് സർക്കാർ കൈവരിച്ചിട്ടുള്ളത്.
കുട്ടനാട്ടുകാരെ സംബന്ധിച്ച് വെള്ളപ്പൊക്കം അവരെ ഗുരുതരമായി ബാധിക്കുന്ന ഒരു വിഷയമല്ല. എന്നാൽ കഴിഞ്ഞ ഓഗസ്റ്റ് 15 കുട്ടനാട്ടിലെ ജനങ്ങൾക്കിന്നും മറക്കാൻ കഴിയാത്തൊരോർമ്മയാണ്. ജൂൺ, ജൂലൈ, ഓഗസ്റ്റ് ഇങ്ങനെ 3 തവണയാണ് ഇത്തവണ കുട്ടനാട്ടിൽ വെള്ളപ്പൊക്കമുണ്ടായത്. ഇതിൽ ഓഗസ്റ്റ് 18 കുട്ടനാട്ടിലെ 2.25 ലക്ഷത്തോളം വരുന്ന മുഴുവൻ ജനങ്ങളെയും സർക്കാർ സുരക്ഷിതമായി ക്യാമ്പുകളിൽ എത്തിച്ചു. പിന്നീട് സെപ്റ്റംബർ ആദ്യവാരത്തോടെയാണ് ഇവർ ക്യാമ്പുകളിൽ നിന്നും കുട്ടനാട്ടിലേക്ക് മടങ്ങിയത്. പകർച്ചവ്യാധി തടയുന്നതിൽ സർക്കാർ ഡോക്ടർമാരുടെ പങ്കും എടുത്തു പറയേണ്ടതുണ്ട്. പിന്നീട് പതിയെ കുട്ടനാട് പൂർവ്വസ്ഥിതിയിലേക്ക് നീങ്ങുകയായിരുന്നു. ഇപ്പോൾ വെറും 150 ദിവസം കൊണ്ട് കുട്ടനാട് പാടശേഖരങ്ങളെല്ലാം പഴയതിനേക്കാൾ മെച്ചപ്പെട്ട നിലയിലെത്തി. കഴിഞ്ഞ തവണ 23,500 ഹെക്ടറിലായിരുന്നു കൃഷി നടന്നതെങ്കിൽ പ്രളയത്തിന് ശേഷം ഇപ്പോൾ അധികമായി 7,000 ഹെക്ടർ കൂടി കൃഷി ഇറക്കി. അങ്ങനെ 30,500 ഹെക്ടർ കൃഷിയിടത്ത് വിളവെടുപ്പും തുടങ്ങിക്കഴിഞ്ഞു. മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് 100 കോടി രൂപയുടെ അധിക വിളവാണ് ഇത്തവണ കുട്ടനാട്ടിലുള്ളത്. പ്രളയത്തിന് ശേഷം കാർഷിക മേഖലയ്ക്ക് മാത്രം 14.5 കോടി രൂപയുടെ നഷ്ടപരിഹാരവും സർക്കാർ നൽകി കഴിഞ്ഞു. 10,500 ഹെക്ടർ പാടശേഖരങ്ങളിലെ കൃഷിയാണ് പ്രളയത്തിൽ പൂർണ്ണമായും തകർന്നത്. ജനങ്ങളെ ഒപ്പം നിർത്തി ഇച്ഛാശക്തിയോടെയുള്ള സർക്കാരിന്റെ പ്രവർത്തനങ്ങൾ മാത്രമാണ് വെറും 150 ദിവസം കൊണ്ട് കേരളത്തിന്റെ നെല്ലറയെ പൂർവ്വസ്ഥിതിയിലെത്തിക്കാൻ സാധിച്ചത്. കഴിഞ്ഞ 150 ദിവസം മുൻപുള്ള കുട്ടനാടിന്റെ അവസ്ഥ ഇതായിരുന്നില്ല. കുട്ടനാട് പൂർണ്ണമായും വെള്ളത്തിനടിയിലായിരുന്നു. അതിൽ നിന്നെല്ലാം കുട്ടനാടിനെ കൈപിടിച്ചുയർത്തിയത് ഒറ്റക്കെട്ടായുള്ള സർക്കാരിന്റെ പ്രവർത്തനങ്ങൾ തന്നെയായിരുന്നു. ക്യാമറാമാൻ രാജീവ് കണ്ണാടിക്കൊപ്പം ഷാജഹാൻ. പ്രളയത്തിലെല്ലാം തകർന്നവർക്ക് തണലായി സഹകരണ വകുപ്പ് നിർമ്മിച്ച 231 വീടുകളുടെ താക്കോൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ കൈമാറി. വികാരനിർഭരമായ ചടങ്ങിൽ നഗന്നൂർ സ്വദേശി ജി സുധയാണ് മുഖ്യമന്ത്രിയിൽ നിന്ന് തങ്ങളുടെ സ്വപ്ന വീടിന്റെ താക്കോൽ ആദ്യം സ്വീകരിച്ചത്. താക്കോൽദാന ചടങ്ങിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരത്ത് നടന്നപ്പോൾ മറ്റു ജില്ലകളിലും സമാനമായ ചടങ്ങുകൾ നടന്നു. പ്രളയം തകർത്തെറിഞ്ഞ കേരളത്തെ പുനർനിർമ്മിക്കുകയെന്ന അതിജീവനത്തിന്റെ സ്വപ്നപാത ഒരുക്കിയാണ് സഹകരണ മേഖല ദുരിതബാധിതർക്ക് തലചായ്ക്കാൻ ഇടമൊരുക്കിയത്. 2018 മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്ത കെയർ ഹോം പദ്ധതി പ്രകാരം പൂർത്തിയാക്കിയ 231 വീടുകളുടെ താക്കോൽദാനം മാസങ്ങൾക്കിപ്പുറം മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ വിതരണം ചെയ്തു. സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരത്ത് നടന്നപ്പോൾ മറ്റു ജില്ലകളിലെ സമാന പരിപാടികൾ പ്രത്യേകമൊരുക്കിയ സ്ക്രീനിൽ എല്ലാവരും കണ്ടു. ശാരീരിക പ്രശ്നങ്ങൾ മൂലം പരിപാടികളിൽ സംസാരിക്കാതിരുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ പക്ഷേ ജനങ്ങളുടെ സന്തോഷത്തിൽ പങ്കുചേർന്ന് ആശംസകൾ നേർന്നു. നഗന്നൂർ കുളത്തറ വീട്ടിൽ ജി സുധയാണ് ആദ്യ വീടിന്റെ താക്കോൽ മുഖ്യമന്ത്രിയിൽ നിന്നും ഏറ്റുവാങ്ങിയത്. കെയർ ഹോം പദ്ധതികൾക്കായി 14 ജില്ലകളിൽ 2,500-ലധികം സംഘങ്ങൾ ആദ്യഘട്ടത്തിൽ 44.98 കോടി രൂപയാണ് നൽകിയത്. രണ്ടാം ഘട്ടത്തിനായി വിവിധ സഹകരണ സ്ഥാപനങ്ങൾ തങ്ങളുടെ ലാഭവിഹിതം നൽകുകയും ചെയ്തു. പ്രളയാനന്തര കേരളത്തെ പുനഃസൃഷ്ടിക്കുന്നതിനോടൊപ്പം എല്ലാം നഷ്ടമായവർക്ക് കൈത്താങ്ങും തണലുമാകുകയാണ് കെയർ ഹോം പദ്ധതിയിലൂടെ സഹകരണ വകുപ്പ്. ചടങ്ങിൽ സഹകരണ വകുപ്പ് മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ അധ്യക്ഷനായിരുന്നു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. ഓഖി ദുരിതാശ്വാസ പാക്കേജിന്റെ ഭാഗമായി തീരദേശ ജനതയ്ക്ക് സർക്കാർ നൽകിയ ഒരു വാഗ്ദാനം കൂടി പാലിക്കപ്പെട്ടു. തീരദേശ പോലീസ് സേനയിലേക്ക് കോസ്റ്റൽ വാർഡന്മാരായി 179 പേർക്കാണ് മുഖ്യമന്ത്രി നിയമന ഉത്തരവ് കൈമാറിയത്. മത്സ്യത്തൊഴിലാളി കുടുംബങ്ങളിൽ നിന്നുള്ളവരാണ് ഇവർ. സുരക്ഷാ ഭീഷണി നേരിടുന്ന തീരദേശത്തുള്ളവർക്കുള്ള ഫ്ളാറ്റുകളുടെ നിർമ്മാണത്തിനും തുടക്കം കുറിച്ചു. ഓഖി ദുരന്തം തീരദേശത്തെയാകെ തകർത്തെറിഞ്ഞപ്പോൾ അന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ നേരിട്ടെത്തിയാണ് തീരദേശ ജനതയ്ക്ക് തൊഴിൽ വാഗ്ദാനം നൽകിയത്. മത്സ്യത്തൊഴിലാളി കുടുംബങ്ങളിലെ 1000-ഓളം ചെറുപ്പക്കാരിൽ നിന്നും തിരഞ്ഞെടുത്ത 179 പേർക്കാണ് തീരദേശ പോലീസ് സേനയിൽ കോസ്റ്റൽ വാർഡന്മാരായി മുഖ്യമന്ത്രി പിണറായി വിജയൻ നിയമന ഉത്തരവ് കൈമാറിയത്. സമയബന്ധിതമായിട്ടാണ് സർക്കാർ വാഗ്ദാനം സാക്ഷാത്കരിച്ചതെന്ന് ഫിഷറീസ് മന്ത്രി ജെ മേഴ്സിക്കുട്ടിയമ്മ പറഞ്ഞു. ആ 200 പേരെ എടുക്കുമെന്ന് നൽകിയ വാഗ്ദാനമാണ് ഇന്നിപ്പോ 179 പേരെ എടുക്കാൻ. അവർക്ക് ആപ്ലിക്കേഷൻ വെയിറ്റ് ചെയ്തു, അത്യാവശ്യം ഇന്റർവ്യൂ എല്ലാം നടത്തി ഈ ആളുകളെ സെലക്ട് ചെയ്തിരിക്കുന്നത്. ഓഖി ദുരിതബാധിതരുടെ ആശ്രിതർക്കടക്കമുള്ളവർക്കാണ് തീരദേശ സേനയിൽ ഇതിലൂടെ നിയമനം ലഭിച്ചത്. കടലിലെ രക്ഷാപ്രവർത്തനത്തിലടക്കം ഇവരെ നിയോഗിക്കും. തൃശൂർ പോലീസ് അക്കാദമിയിലെ 4 മാസത്തെ പരിശീലനത്തിന് ശേഷമാകും ഇവർ സേനയിൽ പ്രവർത്തനം ആരംഭിക്കുക. സംസ്ഥാന പോലീസ് മേധാവി ലോക്നാഥ് ബെഹ്റ, കോസ്റ്റൽ പോലീസ് ഡിഐജി KP ഫിലിപ്പ് എന്നിവരും ചടങ്ങിൽ പങ്കെടുത്തു. തീരദേശത്തുള്ളവർക്ക് കൂടുതൽ ആശ്വാസം പകർന്ന് ഭീമാപ്പള്ളിയിൽ മത്സ്യത്തൊഴിലാളികൾക്ക് ഫ്ളാറ്റ് സമുച്ചയത്തിന്റെ നിർമ്മാണത്തിനും മുഖ്യമന്ത്രി തുടക്കം കുറിച്ചു.
ഓഖി ദുരിതബാധിതർക്കും കടലാക്രമണ ഭീതിയിലുള്ളവർക്കുമാകും ഇതിന്റെ പ്രയോജനം ലഭിക്കുക. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങളുടെ പ്രഖ്യാപനം ഇന്ന്. അവസാന റൌണ്ടിൽ മത്സരിക്കുന്നത് 21 സിനിമകൾ. മികച്ച നടന്മാരുടെ പട്ടികയിൽ മോഹൻലാലും ഭഗത് ഫാസിലും ജോജു ജോർജും ജയസൂര്യയുമുണ്ട്. നടിമാരുടെ അവസാന പട്ടികയിൽ നസ്രിയയും അനു സിത്താരയും ഉർവശിയും മഞ്ജു വാര്യരും എന്നാണ് ലഭിക്കുന്ന സൂചനകൾ. ഷീജ ചേരുന്നു ഏറ്റവും പുതിയ വിവരങ്ങളുമായി. ഷീജ, ഇതിന്റെ സ്ഥിരീകരണങ്ങൾ നമുക്ക് ലഭിക്കുന്നുണ്ടോ? എപ്പോഴേക്ക് അറിയാൻ കഴിയും ചലച്ചിത്ര അവാർഡ് ജേതാക്കളെ? ആനന്ദ്, ഉച്ചയ്ക്ക് 12 മണിക്കാണ് സാംസ്കാരിക മന്ത്രി AK ബാലൻ 2018 സംസ്ഥാന ചലച്ചിത്ര അവാർഡുകൾ പ്രഖ്യാപിക്കുക. ഇതിലിപ്പോൾ വലിയ ഒരു മത്സരം തന്നെയാണ് ഈ അവസാന ഘട്ടത്തിൽ നടന്നിരിക്കുന്നത് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. 21 സിനിമകളാണ് ഈ മത്സരത്തിൽ പങ്കെടുത്തിട്ടുള്ളത്. ഒപ്പം തന്നെ മികച്ച നടൻ, മികച്ച നടി എന്നീ വിഭാഗങ്ങളിലും കടുത്ത ഒരു മത്സരം തന്നെയാണ് നടന്നിരിക്കുന്നത്. വരത്തൻ, ഞാൻ പ്രകാശൻ, കാർബൺ എന്നീ സിനിമകളിലെ അഭിനയത്തിന് ഫഹദ് ഫാസിൽ, അതോടൊപ്പം തന്നെ ജോസഫിലെ പ്രകടനത്തിന് ജോജു ജോർജ്, ഞാൻ മേരിക്കുട്ടി, ക്യാപ്റ്റൻ എന്നീ സിനിമകളുടെ അഭിനയത്തിന് ജയസൂര്യ, കൂടാതെ കുപ്രസിദ്ധ പയ്യൻ, തീവണ്ടി, മറഡോണ, എന്റെ ഉമ്മാന്റെ പേര് എന്നീ സിനിമകളിലൂടെ ടോവിനോ തോമസ്, കൂടാതെ ഒടിയനിലൂടെ മോഹൻലാൽ. പക്ഷെ അവസാന ഘട്ടത്തിൽ ജയസൂര്യയും ഫഹദ് ഫാസിലും തമ്മിലാണ് കടുത്ത പോരാട്ടം നടക്കുന്നത് എന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. നടികളുടെ കാര്യം പരിശോധിക്കുമ്പോൾ ആമിയിലൂടെ മഞ്ജു വാര്യർ, കൂടയിലൂടെ നസ്രിയ, ഭരതനിലെ പ്രകടനത്തിലൂടെ ഐശ്വര്യ ലക്ഷ്മി, ഒപ്പം തന്നെ ഓള് എന്ന സിനിമയിലൂടെ എസ്തർ, കൂടാതെ രജിഷ. ഈ രീതിയിൽ ഒരു കടുത്ത മത്സരം നടിമാരുടെ കാര്യത്തിലും നടക്കുന്നുണ്ട്. ഏതായാലും ഇതിന്റെ സിനിമകളുടെ കാര്യത്തിലേക്ക് എത്തുകയാണെങ്കിൽ ജയരാജിന്റെ രൗദ്രം, ഒപ്പം തന്നെ ശ്യാമപ്രസാദിന്റെ എ സൺഡേ, ഷാജിയൻ കരുണിന്റെ ഓള്, സക്രിയയുടെ സുഡാനി ഫ്രം നൈജീരിയ, ഒപ്പം തന്നെ പ്രജേഷ് സെന്നിന്റെ ക്യാപ്റ്റൻ. ഈ സിനിമകളാണ് വലിയ തോതിൽ ഈ ഒരു കടുത്ത മത്സരത്തിൽ പങ്കെടുക്കുന്നത്. ഏതായാലും 12 മണിയോടുകൂടി തന്നെ പുരസ്കാരങ്ങൾ പ്രഖ്യാപിക്കപ്പെടുന്നതായിരിക്കും. കഴിഞ്ഞ 2 വർഷങ്ങളിലെ പോലെ തന്നെ അപ്രതീക്ഷിത അവാർഡുകൾക്കുള്ള സാധ്യത അത് തള്ളിക്കളയാൻ ഇത്തവണയും സാധിക്കില്ല എന്നുള്ളതും എടുത്തു പറയുന്നത് തന്നെയാണ്. കുമാർ സാനി അധ്യക്ഷനായുള്ള ജൂറിയാണ് അവാർഡ് നിർണ്ണയിക്കുന്നത്. കഴിഞ്ഞ ദിവസം രാത്രിയോട് കൂടിയാണ് ഇവർ പൂർണ്ണമായും ചലച്ചിത്രങ്ങൾ കണ്ടു തീർന്ന് ജൂറിയുടെ വിലയിരുത്തലുകൾ അന്തിമമായത്. അതിനുശേഷമാണ് അതിൽ അവസാന വട്ടത്തിൽ ഉള്ള മത്സരങ്ങൾ അത് ഇന്ന് രാവിലെയോട് കൂടിയാണ് ആ രീതിയിൽ അവർ പൂർത്തീകരിച്ചിരിക്കുന്നത്. ഏതായാലും 12 മണിയോട് തന്നെ കൃത്യം ഈ ചലച്ചിത്ര അവാർഡുകൾ പ്രഖ്യാപിക്കപ്പെടുന്നതായിരിക്കും. ശരി ഷീജ, വ്യക്തമാണ് വിശദാംശങ്ങൾ. കാസർഗോഡ് ജില്ലയിൽ സമാധാനം പുനഃസ്ഥാപിക്കാൻ എല്ലാവരും സഹകരിക്കണമെന്ന് കളക്ടറേറ്റിൽ റവന്യൂ മന്ത്രി ഇ ചന്ദ്രശേഖരന്റെ അധ്യക്ഷതയിൽ ചേർന്ന സർവകക്ഷി യോഗം അഭ്യർത്ഥിച്ചു. പെരിയയിൽ 2 യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ കൊലപാതകത്തെയും തുടർന്നുണ്ടായ ആക്രമണങ്ങളെയും യോഗം അപലപിച്ചു. കൊലക്കേസിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ട് UDF പ്രതിനിധികൾ യോഗത്തിന്റെ അവസാന ഘട്ടത്തിൽ ഇറങ്ങിപ്പോയി. സംസ്ഥാന സർക്കാർ നിർദ്ദേശപ്രകാരം റവന്യൂ മന്ത്രി ഇ ചന്ദ്രശേഖരനാണ് കാസർഗോഡ് കലക്ടറേറ്റിൽ സർവകക്ഷി സമാധാന യോഗം വിളിച്ചു ചേർത്തത്. പെരിയ കൊലപാതകത്തെ തുടർന്നുള്ള സംഘർഷാവസ്ഥയിൽ അയവുവരുത്തുകയായിരുന്നു യോഗത്തിന്റെ ലക്ഷ്യം. ഇരട്ട കൊലപാതകവും തുടർന്നുണ്ടായ അക്രമ സംഭവങ്ങളെയും യോഗം അപലപിച്ചതായും കുറ്റവാളികൾക്കെതിരെ കർക്കശമായ നടപടി സ്വീകരിക്കണമെന്നും യോഗം ആവശ്യപ്പെട്ടതായി മന്ത്രി ഇ ചന്ദ്രശേഖരൻ പറഞ്ഞു. നീചമായ കൊലപാതകങ്ങളും അക്രമങ്ങളെയും ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയില്ല. കല്യോട്ട് കൊലപാതകത്തെ തുടർന്ന് വീടുകൾക്കും കടകൾക്കും നേരെയുണ്ടായ അക്രമങ്ങളും തീവെപ്പും പ്രതിഷേധാർഹമാണ്. ജില്ലയിൽ നിലനിൽക്കുന്ന സമാധാന അന്തരീക്ഷം തകർക്കാനുള്ള ഏത് നീക്കങ്ങളെയും കരുതിയിരിക്കണം എന്നതാണ് സമാധാന കമ്മിറ്റി യോഗം അംഗീകരിച്ച പ്രമേയം. എന്നാൽ കൊലപാതകം CBI അന്വേഷിക്കണമെന്ന ആവശ്യത്തിൽ കോൺഗ്രസ് ഉറച്ചുനിന്നു. UDFും ഇതിനെ പിന്തുണച്ചു. എന്നാൽ ഈ ആവശ്യം ഏകണ്ഠമായി അംഗീകരിക്കാൻ സാധിക്കില്ലെന്ന് വ്യക്തമായതോടെ UDF പ്രതിനിധികൾ യോഗത്തിൽ നിന്നും ഇറങ്ങിപ്പോയി. കൊലപാതകത്തിൽ CBI അന്വേഷണം അംഗീകരിക്കാതെ സമാധാന ശ്രമങ്ങളോട് സഹകരിക്കില്ലെന്ന് DCC മുൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് CK ശ്രീധരൻ പറഞ്ഞു. CBI ഈ കേസിന്റെ അന്വേഷണം വിടണം എന്ന് UDFന്റെ നേതാക്കൾ എല്ലാവരും ശക്തമായി ഈ സമാധാന കമ്മിറ്റിയുടെ മുമ്പിൽ വെച്ചു. അത്തരമൊരു ഉറപ്പ് നൽകാൻ കഴിയില്ല എന്ന് ബോധ്യപ്പെട്ടതുകൊണ്ട് ഈ സമാധാന യോഗത്തിൽ നിന്ന് ഞങ്ങൾ ഇറങ്ങിയിരിക്കുക. സമാധാന ശ്രമങ്ങളോട് സഹകരിക്കാനാകില്ലെന്ന UDF നിലപാട് നിർഭാഗ്യകരമാണെന്ന് CPIM കാസർഗോഡ് ജില്ലാ സെക്രട്ടറി MV ബാലകൃഷ്ണൻ മാസ്റ്റർ പറഞ്ഞു. ഇവിടെ സമാധാനം നിലനിർത്തേണ്ടത് അനിവാര്യമാണ് എന്ന് മന്ത്രി ആവർത്തിച്ച് ആവശ്യപ്പെട്ടിട്ടും അതൊന്നും ചെവിക്കൊള്ളാതെ കോൺഗ്രസിന്റെ പ്രതിനിധികൾ ആ യോഗത്തിൽ നിന്നും ഇറങ്ങിപ്പോവുകയാണ് ചെയ്തത്. സ്വാഭാവികമായും ഈ ജില്ലക്കകത്ത് സമാധാനം നിലനിർത്തുന്നതിന്
അവർ ആഗ്രഹിക്കുന്നില്ല എന്നാണോ ഇതിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്? പി കരുണാകരൻ എം പി, MLA-മാരായ N. നെല്ലിക്കുന്ന്, K. കുഞ്ഞിരാമൻ, ജില്ലാ കലക്ടർ ഡോക്ടർ D. സജിത് ബാബു, ജില്ലാ പോലീസ് മേധാവി ജെയിംസ് ജോസഫ്, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് AGC ബഷീർ തുടങ്ങിയവരും യോഗത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. KR മീരയ്ക്കെതിരെ നടക്കുന്ന സൈബർ ആക്രമണങ്ങളിൽ കേസെടുത്ത് നടപടി സ്വീകരിക്കാൻ DGPയോട് ആവശ്യപ്പെട്ടതായി വനിതാ കമ്മീഷൻ അധ്യക്ഷ MC ജോസഫൈൻ പറഞ്ഞു. ഇക്കാര്യത്തിൽ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തിരുന്നുവെന്നും പിന്നീട് KR മീര പരാതി നൽകിയതായും അവർ അറിയിച്ചു. വനിതാ ദിനത്തോടനുബന്ധിച്ച് അടുത്ത മാസം 7-ന് കൊച്ചിയിൽ മെഗാ വനിതാ സംഗമമൊരുക്കും. വിവിധ മേഖലകളിൽ നിന്നുള്ള 3000 സ്ത്രീകൾ ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുമെന്നും വനിതാ കമ്മീഷൻ അധ്യക്ഷ അറിയിച്ചു. KR സമൂഹത്തില് പ്രോമിനന്റ് ആയിട്ടുള്ള സ്ത്രീകളാണ്. ഞങ്ങൾ കേസെടുത്ത് DGPക്ക് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. മാർച്ച് മാസം 7-ാം തീയതി എറണാകുളം ടൗൺ ഹാളിൽ വെച്ച് വലിയ സ്ത്രീ പങ്കാളിത്തത്തോടെ ഈ വർഷത്തെ സാർവദേശീയ മഹിളാ ദിനം ആചരിക്കുന്നതിന് തീരുമാനമെടുത്തിരിക്കുകയാണ്. ഈ വർഷത്തെ സാർവദേശീയ മഹിളാ ദിനത്തിന്റെ പ്രത്യേകത ലിംഗസമത്വം എന്ന വിഷയം കഴിഞ്ഞ കാലത്തേക്കാൾ കുറെ കൂടി ആഴത്തിലും പരപ്പിലും ചർച്ച ചെയ്യുന്ന ഒരു അന്തരീക്ഷത്തിലാണ് ഈ സാർവദേശീയ മഹിളാ ദിനം ഈ വർഷം ആചരിക്കുന്നത്. തിരുവനന്തപുരം വേളി ടൂറിസ്റ്റ് വില്ലേജിൽ 35 കോടി രൂപയുടെ വൻകിട പദ്ധതികൾക്ക് തറക്കല്ലിട്ടു. മിനിയേച്ചർ ട്രെയിൻ സർവീസ്, മൾട്ടിപർപ്പസ് ടൂറിസം കോംപ്ലക്സ്, അന്താരാഷ്ട്ര കൺവെൻഷൻ സെന്റർ എന്നിവയാണ് നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്നത്. പദ്ധതികളുടെ ശിലാസ്ഥാപനം ടൂറിസം മന്ത്രി കടകംപള്ളി നിർവഹിച്ചു. വേളി ടൂറിസ്റ്റ് വില്ലേജ് ചുറ്റിക്കാണുന്നതിനും മിനിയേച്ചർ ട്രെയിൻ സർവീസ് അടക്കമുള്ള 35 കോടിയോളം രൂപയുടെ പദ്ധതികളാണ് വേളിയുടെ സമഗ്ര വികസനത്തിനായി സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്നത്. സംസ്ഥാനത്ത് ആദ്യമായിട്ടാണ് മിനിയേച്ചർ ട്രെയിൻ സർവീസ് ആരംഭിക്കുന്നത്. വേളി ടൂറിസ്റ്റ് വില്ലേജ് നവീകരിച്ച് അർബൻ ആൻഡ് ഇക്കോ പാർക്കായി പരിവർത്തനം ചെയ്യാനാണ് സർക്കാർ പദ്ധതിയിടുന്നത്. വേളി ടൂറിസ്റ്റ് വില്ലേജിന് എതിർവശത്തായി ടൂറിസം പദ്ധതികൾക്ക് ഏറ്റെടുത്തിട്ടുള്ള 17 ഏക്കർ സ്ഥലത്താണ് പദ്ധതികൾ നടപ്പിലാക്കുക. മൾട്ടിപർപ്പസ് ടൂറിസം കോംപ്ലക്സ്, അന്താരാഷ്ട്ര കൺവെൻഷൻ സെന്റർ എന്നിവയും പദ്ധതിയുടെ ഭാഗമായി വിഭാവനം ചെയ്തിട്ടുണ്ട്. പദ്ധതികളുടെ ഉദ്ഘാടനം ടൂറിസം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ നിർവഹിച്ചു. ഈ പദ്ധതികൾ പൂർത്തിയാകുന്നതോടെ അന്താരാഷ്ട്ര നിലവാരമുള്ള ടൂറിസം കേന്ദ്രമായിട്ട് വേളി വളരെ ഉയരങ്ങളിലേക്ക് കുതിക്കും. പുതിയ ബോട്ടുകൾ വാങ്ങുന്നതിന് 1,68,50,000 രൂപ അനുവദിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. സർക്കാർ സ്ഥാപനമായ KTIL മുഖേനയാണ് വിവിധ വികസന പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്നത്. വേളിയും പരിസര പ്രദേശത്തിന്റെയും മുഖച്ഛായ മാറ്റും വിധത്തിലുള്ള പദ്ധതികളാണ് ഇവയാകെ എന്നത് വ്യക്തം. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. നവീകരിച്ച തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്ത് ഓഫീസ് മന്ദിരത്തിന്റെയും EMS സ്മാരക ഹാളിന്റെയും ഉദ്ഘാടനം മുഖ്യമന്ത്രി നിർവഹിച്ചു. ജില്ലാ പഞ്ചായത്തിന്റെ പ്രവർത്തനങ്ങൾ കൂടുതൽ ജനസൗഹൃദമാക്കുന്ന രീതിയിൽ നവീകരിച്ചിട്ടുള്ള ഓഫീസ് സമുച്ചയം ഹൈടെക് മാതൃകയിലാണ് നിർമ്മിച്ചിട്ടുള്ളത്. സേവന മേഖലയിലെ ഗുണമേന്മ മികവിനുള്ള ISO അംഗീകാരം ലഭിച്ച ജില്ലാ പഞ്ചായത്താണ് തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്ത്. കൂടാതെ ഇക്കൊല്ലത്തെ മികച്ച ജില്ലാ പഞ്ചായത്തായി സംസ്ഥാന സർക്കാർ തിരഞ്ഞെടുത്തതും തിരുവനന്തപുരമാണ്. വർഷങ്ങൾക്ക് മുൻപ് വാടക കെട്ടിടത്തിൽ പ്രവർത്തനം ആരംഭിച്ച ഓഫീസാണ് പിന്നീട് സ്വന്തമായി ബഹുദിന മന്ദിരം പണിയുകയും ഇപ്പോൾ ഹൈടെക് മാതൃകയിൽ ഓഫീസ് സമുച്ചയം നവീകരിച്ചതും. നവീകരിച്ച കെട്ടിടത്തിന്റെ ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിച്ചു. അഞ്ഞൂറ് പേർക്ക് ഇരിക്കാവുന്ന കോൺഫറൻസ് ഹാൾ, പുതിയ കൌൺസിൽ ഹാൾ, ഫ്രണ്ട് ഓഫീസ്, ജനസേവന കേന്ദ്രം എന്നിവയെല്ലാം പുതിയ മന്ദിരത്തിൽ ഒരുക്കിയിട്ടുണ്ട്. ഓഫീസ് സേവനങ്ങൾ ജനസൗഹൃദമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പുതിയ കെട്ടിടം തയ്യാറാക്കിയിട്ടുള്ളത്. 5.29 കോടി രൂപയാണ് കെട്ടിടത്തിന്റെ നിർമ്മാണ ചെലവ്. ഊരാളുങ്കൽ സൊസൈറ്റിയാണ് നിർമ്മാണം നടത്തിയത്. തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി AC മൊയ്തീൻ അധ്യക്ഷത വഹിച്ചതാണെങ്കിൽ മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ, മേയർ VK പ്രശാന്ത്, MLA-മാർ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. മാധ്യമ ചരിത്ര യാത്രയുടെ ഭാഗമായി മീഡിയ അക്കാദമി കൊച്ചിയിൽ ഫോട്ടോ വാക്കത്തോൺ സംഘടിപ്പിച്ചു. രാഷ്ട്രീയത്തിലെ വിരുദ്ധ ചേരികളിലെ 2 പ്രമുഖർ പരസ്പരം ചിത്രങ്ങൾ എടുത്താണ് പരിപാടി ഉദ്ഘാടനം ചെയ്തത്. മാധ്യമ ചരിത്രയാത്രയുടെ ഭാഗമായാണ് മീഡിയ അക്കാദമി കൊച്ചിയിൽ ഫോട്ടോ വാക്കത്തോൺ സംഘടിപ്പിച്ചത്. രാഷ്ട്രീയ രംഗത്ത് 2 ചേരികളിലുള്ള 2 പ്രമുഖർ പരസ്പരം ചിത്രങ്ങളെടുത്ത് പരിപാടി ഉദ്ഘാടനം ചെയ്തത് രാഷ്ട്രീയത്തിനപ്പുറത്തെ സൗഹൃദത്തിന്റെ കാഴ്ചയായി. എറണാകുളം എംപിയും കോൺഗ്രസ് നേതാവുമായ KV തോമസും മുൻ എംപിയും CPIM നേതാവുമായ P രാജീവുമാണ് പരിപാടിയിൽ പങ്കെടുത്ത പ്രമുഖർ. മാധ്യമരംഗത്ത് മൂല്യങ്ങൾ വീണ്ടെടുക്കണമെന്ന് KV തോമസ് MP പറഞ്ഞു. ഈ കൊച്ചിക്കുള്ള മറ്റൊരു മുഖമുണ്ട്, അത് മാധ്യമപ്രവർത്തകരുടെ കൂട്ടായ്മയുടെ മുഖമാണ്.
അപ്പോൾ തീർച്ചയായും നിങ്ങൾക്ക് അത് അനുഭവിക്കാൻ കഴിയും. പിന്നെ ഇവിടെ ഒരു പ്രത്യേകതയുള്ളത്, കൊച്ചുക്കളുടെ പ്രത്യേകത, ഇപ്പോൾ ഞാനും രാജീവും 2 രാഷ്ട്രീയ പാർട്ടികളാണ്. പക്ഷേ വ്യക്തിബന്ധങ്ങൾ എപ്പോഴും നല്ലതാണ്. ഞങ്ങൾ വ്യക്തിബന്ധങ്ങൾ സൂക്ഷിക്കുന്ന ആളുകളാണ്. മാധ്യമരംഗത്തെ മൂല്യങ്ങളുടെ കാവൽക്കാരായി പുതുതലമുറ മാറണമെന്ന് പി രാജീവും അഭിപ്രായപ്പെട്ടു. എനിക്ക് ഏറ്റവും ശ്രദ്ധേയമായി തോന്നിയത് ഇതിന്റെ മുദ്രാവാക്യമാണ്, മാധ്യമ മൂല്യങ്ങളുടെ വീണ്ടെടുപ്പിന്. അത് വളരെ പ്രസക്തമായ ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. എങ്ങനെയായിരിക്കണം? പണ്ട് പറയും വാർത്ത സത്യമായിരിക്കണം, വ്യാഖ്യാനം സ്വതന്ത്രമായിരിക്കാം. ഇപ്പോൾ വാർത്ത ഏത്, വ്യാഖ്യാനം ഏത് എന്ന് പിടികിട്ടാൻ പറ്റാത്ത രൂപത്തിലാണ് മാധ്യമങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അത്തരമൊരു സന്ദർഭത്തിൽ മാധ്യമങ്ങൾ മൂല്യങ്ങളുടെ വീണ്ടെടുപ്പ് വളരെ പ്രസക്തമാണ്. മീഡിയ അക്കാദമി ചെയർമാൻ RS ബാബു, എറണാകുളം പ്രസ് ക്ലബ്ബ് പ്രസിഡന്റ് B ദിലീപ് തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. മാധ്യമ വിദ്യാർത്ഥികളും ന്യൂസ് ഫോട്ടോഗ്രാഫർമാരുമാണ് മറൈൻ ഡ്രൈവിൽ നടന്ന ഫോട്ടോ വാക്കത്തോൺ പരിപാടിയിൽ പങ്കെടുത്തത്. ന്യൂസ് ബ്യൂറോ, കൊച്ചി. നാഷണൽ എംപ്ലോയ്മെന്റ് സർവീസ് നടപ്പാക്കുന്ന നൂതന പദ്ധതി ധനുസ് ഇന്ത്യയിൽ ആദ്യമായി കോഴിക്കോട് ആരംഭിക്കും. പേരാമ്പ്ര കരിയർ ഡെവലപ്മെന്റ് സെന്ററാണ് പദ്ധതിക്ക് നേതൃത്വം നൽകുക. 1ാം വർഷ ഡിഗ്രി വിദ്യാർത്ഥികൾക്കാണ് പ്രവേശനം നൽകുകയെന്നും സൗജന്യമായിരിക്കും പരിശീലനമെന്നും മന്ത്രി TP രാമകൃഷ്ണൻ കോഴിക്കോട് അറിയിച്ചു. നാഷണൽ എംപ്ലോയ്മെന്റ് സർവീസ് വകുപ്പ് നടപ്പിലാക്കുന്ന നൂതന പദ്ധതിയാണ് ധനുസ്. ദേശീയതലത്തിലുള്ള ഉന്നത വിദ്യാഭ്യാസ ഗവേഷണ കേന്ദ്രങ്ങളിലെ ബിരുദാനന്തര ബിരുദ പ്രോഗ്രാമുകളിൽ പ്രവേശനം ലഭിക്കാൻ 3 വർഷം നീണ്ടുനിൽക്കുന്ന സൗജന്യ പരിശീലനം നൽകാനാണ് വകുപ്പ് തീരുമാനിച്ചിട്ടുള്ളത്. ഇന്ത്യയിൽ ആദ്യമായി നടപ്പാക്കപ്പെടുന്ന ഇത്തരമൊരു പരിപാടി പരീക്ഷണാടിസ്ഥാനത്തിൽ ആരംഭിക്കുന്നത് കോഴിക്കോട് ജില്ലയിലാണ്. പദ്ധതി വിജയകരമായാൽ മറ്റ് ജില്ലകളിലേക്കും വ്യാപിപ്പിക്കും. പേരാമ്പ്ര കരിയർ ഡെവലപ്മെന്റ് സെന്ററാണ് പദ്ധതിക്ക് നേതൃത്വം നൽകുക. സർക്കാർ കോളേജുകൾ, എയ്ഡഡ് കോളേജുകൾ, അൺഎയ്ഡഡ് കോളേജുകൾ, പാരലൽ കോളേജുകൾ, ഈ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പഠിക്കുന്ന 1ാം വർഷ ഡിഗ്രി വിദ്യാർത്ഥികൾ, അതിൽ നിന്ന് വിദ്യാർത്ഥികളെ സെലക്ട് ചെയ്യാം. അങ്ങനെ സെലക്ട് ചെയ്യുന്ന 200 വിദ്യാർത്ഥികൾക്ക് അവർ ഡിഗ്രി വിദ്യാഭ്യാസം അവസാനിക്കുമ്പോഴേക്കും മറ്റ് സർവകലാശാലകളിൽ ഉന്നത ബിരുദത്തിനും അതുപോലെ മറ്റ് സിവിൽ സർവീസ് ഉൾപ്പെടെയുള്ള പരീക്ഷകൾക്കും പരിശീലനങ്ങൾക്കും യോഗ്യത നേടാൻ കഴിയത്തക്ക നിലയിൽ ഈ വിദ്യാർത്ഥികളെ രൂപപ്പെടുത്തിയെടുക്കുക, ഇതാണ് ഉദ്ദേശിക്കുന്നത്. കോഴിക്കോട് ജില്ലയിലെ ഇപ്പോൾ 1ാം വർഷ ബിരുദ കോഴ്സിന് പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കാണ് പ്രവേശനം. തെരഞ്ഞെടുക്കപ്പെട്ട 5 വിഷയങ്ങളിലാണ് പരിശീലനം നൽകുക. +2 പരീക്ഷകളിലെ മാർക്ക്, പ്രവേശന പരീക്ഷ, ഇന്റർവ്യൂ എന്നിവയുടെ അടിസ്ഥാനത്തിലാണ് പ്രവേശനം. 40 കുട്ടികളാണ് ഓരോ വിഷയത്തിലും ഉണ്ടാവുക. തൊഴിൽ വകുപ്പ് മന്ത്രി അധ്യക്ഷനായ ഒരു ഉപദേശക സമിതി ധനുസ് പദ്ധതിക്കുണ്ടാവും. കരിയർ മാനേജ്മെന്റ്, സൈക്കോളജി എഡ്യൂക്കേഷൻ, ഫിസിക്കൽ എഡ്യൂക്കേഷൻ മേഖലകളിലെ വിദഗ്ധർ, പോഷകാഹാര മേഖലയിൽ വൈദഗ്ധ്യമുള്ള ഡോക്ടർമാർ എന്നിവർ അംഗങ്ങളായിരിക്കും. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ്, ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫണ്ടമെന്റൽ റിസർച്ച്, ജവഹർലാൽ നെഹ്റു സർവകലാശാല, ഗോഖലെ ഇൻസ്റ്റിറ്റ്യൂട്ട്, ഡൽഹി സ്കൂൾ ഓഫ് എക്കണോമിക്സ്, ഇഫ്ലു, ഹൈദരാബാദ് യൂണിവേഴ്സിറ്റി, മറ്റ് കേന്ദ്ര സർവകലാശാലകൾ തുടങ്ങിയ പ്രശസ്ത സ്ഥാപനങ്ങളിലേക്കാണ് പ്രവേശനം ലക്ഷ്യം വയ്ക്കുന്നത്. 230 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന അക്കാദമിക് പരിശീലനത്തോടൊപ്പം വ്യക്തിത്വ വികസന പരിപാടികളും മോട്ടിവേഷൻ സെഷനുകളും കരിയർ കൌൺസിലിംഗ്, കരിയർ പ്ലാനിംഗ്, ഗോൾ സെറ്റിംഗ് മുതലായവയും വിദഗ്ധരായ വ്യക്തികളുടെ ഇന്ററാക്ഷനുകൾ എന്നിവയും പദ്ധതിയുടെ ഭാഗമായി ഉണ്ടാകും. ഒഴിവു ദിവസങ്ങളിലായിരിക്കും ക്ലാസുകൾ. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ബന്ദിപ്പൂർ വനമേഖലയിൽ കഴിഞ്ഞ 6 ദിവസമായി തുടരുന്ന കാട്ടുതീ നിയന്ത്രണ വിധേയമായി. ഉൾക്കാടുകളിലേക്ക് വ്യാപിച്ച തീ അണയ്ക്കാൻ കർണാടക സർക്കാർ വ്യോമസേനയുടെ സഹായം തേടിയിരുന്നു. 2 ഹെലികോപ്റ്ററുകളിൽ വെള്ളമെത്തിച്ച് തീ അണയ്ക്കാനുള്ള ശ്രമങ്ങൾ ഫലം കാണുകയായിരുന്നു. നിരവധി മൃഗങ്ങളും ഇഴജന്തുക്കളും കാട്ടുതീയിൽ ചത്തൊടുങ്ങിയതാണ് ലഭിക്കുന്ന വിവരം. വനമേഖലയിൽ കൂടുതൽ സേനയെ വിന്യസിച്ചിട്ടുണ്ട്. 500 അഗ്നിരക്ഷാ സേനാംഗങ്ങളും സന്നദ്ധ പ്രവർത്തകരും തീ അണയ്ക്കാനുള്ള ശ്രമങ്ങളിൽ പങ്കെടുത്തിരുന്നു. അതേസമയം ബംഗളൂരുവിന് സമീപത്തെ നന്ദി ഹിൽസിലും കഴിഞ്ഞ ദിവസം തീപിടുത്തമുണ്ടായി. 80 ഏക്കറോളം വനഭൂമി ഇവിടെ കത്തിനശിച്ചു. കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലേബർ ആൻഡ് എംപ്ലോയ്മെന്റ് കിലയുടെ 40ാം വാർഷിക സമ്മേളനം ഗവർണർ P സദാശിവം കോഴിക്കോട് ഉദ്ഘാടനം ചെയ്തു. തൊഴിൽ നിയമങ്ങൾ പാലിക്കുന്നതിലും നടപ്പാക്കുന്നതിലും കേരളം ഇതര സംസ്ഥാനങ്ങൾക്ക് മാതൃകയാണെന്ന് ഗവർണർ പറഞ്ഞു. ഇതര സംസ്ഥാനങ്ങളിൽ നിന്നുള്ള തൊഴിലാളികളെ അതിഥി തൊഴിലാളികളെന്നാണ് നാം വിശേഷിപ്പിക്കുന്നത്. ഇവരുടെ വിദ്യാഭ്യാസം, പാർപ്പിടം, ആരോഗ്യം, ഇൻഷുറൻസ് എന്നിവ ഉറപ്പുവരുത്തുന്നതിന് കിലയും സർക്കാരും ശ്രദ്ധേയമായ പ്രവർത്തനമാണ് നടത്തുന്നതെന്നും P സദാശിവം അഭിപ്രായപ്പെട്ടു. മന്ത്രി TP രാമകൃഷ്ണൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ എളമരം കരീം MP മുഖ്യപ്രഭാഷണം നടത്തി.
കിലെ ചെയർമാൻ വി ശിവൻകുട്ടി, എക്സിക്യൂട്ടീവ് ഡയറക്ടർ എം ഷജീന, കൌൺസിൽ അംഗങ്ങളായ PK അനിൽകുമാർ, K മല്ലിക എന്നിവരും സംസാരിച്ചു. They also bring similar enactments or similar amendments in their statute. തമിഴ്നാട് മുൻ മുഖ്യമന്ത്രി MGRന് പാലക്കാട് സ്മൃതി മന്ദിരം ഒരുങ്ങി. കൊല്ലങ്കോട് വടവന്നൂരിൽ നിർമ്മിച്ച സ്മൃതി മന്ദിരം ഗവർണർ P സദാശിവമാണ് നാടിന് സമർപ്പിച്ചത്. MGRന്റെ മാതൃവീടായ സത്യവിലാസമാണ് നവീകരിച്ച് സ്മൃതി മന്ദിരമാക്കി മാറ്റിയത്. തമിഴ്നാട്ടുകാർക്കെന്ന പോലെ പാലക്കാട് കുടുംബവീരുള്ള MGRനോട് മലയാളികൾക്കും പ്രിയമേറെയാണ്. സത്യവിലാസം MGRന്റെ ഓർമ്മകളുമായി എത്തുന്ന സന്ദർശകർക്കായി സ്മൃതി മന്ദിരമായി ഒരുങ്ങിക്കഴിഞ്ഞു. കാലപ്പഴക്കം ചെന്ന MGRന്റെ മാതൃഭവനം MGR ആരാധകനായ ചെന്നൈ മുൻ മേയറും MLAയുമായ സെയ്തേ ദുരൈ സ്വാമിയാണ് നവീകരിച്ച് സ്മാരകമാക്കി മാറ്റിയത്. സത്യവിലാസത്തിൽ പ്രവർത്തിച്ചിരുന്ന അംഗൻവാടിക്കായി പുതിയ കെട്ടിടവും നിർമ്മിച്ചു നൽകിയിട്ടുണ്ട്. പഴയ വീടിന്റെ തനിമ നഷ്ടപ്പെടാതെ നിർമ്മിച്ച സ്മാരകത്തിൽ MGRന്റെ ശില്പവും MGRന്റെ ജീവിതത്തിലെ പ്രധാന മുഹൂർത്തങ്ങൾ വെളിപ്പെടുത്തുന്ന ഫോട്ടോ ഗാലറിയും ഒരുക്കിയിട്ടുണ്ട്. அரசியல்வாதிகள் MGRால் உருவாக்கப்பட்டவர்கள் அக்கறை கொள்ளவில்லை என்றெல்லாம் ஊடகங்களில் வந்த செய்திகளின் அடிப்படையில் இந்த இல்லத்தை புனரமைக்க வேண்டும் என்று இது புனரமைக்கப்பட்டிருக்கிறது. MGR அவர்கள் வாழ்ந்த பொழுது எப்படி மற்றவர்களுக்கு பயன்பட்டாரோ அதைப்போல இந்த இல்லம் இங்கிருக்கின்ற பொதுமக்களுக்கும் உலகம் முழுக்க இருக்கின்ற MGR பக்தர்களுக்கும் பயன்படுகின்ற வகையில் ഇത് പുനരമിക്കപ്പെട്ടിരിക്കുന്നത്. സ്മൃതി മന്ദിരം നാടിന് സമർപ്പിച്ച് MGRന്റെ ഓർമ്മകൾ ഗവർണർ P സദാശിവം പങ്കുവച്ചു. He blessed me by giving handshake. He blessed me and advised me to keep away from politics. See his words. Keep away from politics and concentrate only on work so that I would reach a high position in life, particularly in judiciary. This MGR said in July 1973. I took his advice to the heart, and we all of you know the result. I retired as a Chief Justice of India. തമിഴ്നാട്ടിലെ രാഷ്ട്രീയ നേതാക്കളും MGRന്റെ ആരാധകരുമടക്കം നിരവധി പേരാണ് വടവന്നൂരിലെ സ്മൃതി മന്ദിരത്തിലേക്ക് എത്തിയത്. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. അവസരങ്ങൾക്കൊത്ത് നിലപാട് മാറ്റുന്നതിൽ പ്രസിദ്ധനാണ് ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡു. നിയമസഭാ തെരഞ്ഞെടുപ്പും ലോക്സഭാ തെരഞ്ഞെടുപ്പും ഒരുമിച്ചെത്തുന്ന ആന്ധ്രാപ്രദേശിൽ വലിയ പ്രചാരണമാണ് ഇത്തവണ നടക്കുന്നത്. പ്രതിപക്ഷ പാർട്ടികളുടെ നേതൃനിരയിൽ സ്വയം പ്രതിഷ്ഠിക്കുന്ന നായിഡുവിന് ആന്ധ്രയും കേന്ദ്രവും ഒരുമിച്ച് പിടിക്കണം. YSR കോൺഗ്രസും ചലച്ചിത്ര താരം പവൻ കല്യാണും നടത്തുന്ന മുന്നേറ്റങ്ങൾ ചന്ദ്രബാബു നായിഡുവിന്റെ സംസ്ഥാന മോഹങ്ങൾക്ക് തടസ്സമുണ്ടാക്കുന്നു. NDA മുന്നണിയിൽ ഒപ്പം നിന്ന് BJPയുമായി അധികാരം പങ്കിട്ട ചന്ദ്രബാബു നായിഡു കഴിഞ്ഞ വർഷമാണ് കളം മാറ്റി ചവിട്ടിയത്. അന്നേ വരെ വിമർശിച്ചിരുന്ന രാഹുൽ ഗാന്ധിയുമായി പുതിയ ബാന്ധവവും തുടങ്ങി. UPAക്കെതിരെ 2013 ദില്ലിയിൽ സമരം നടത്തിയ ചന്ദ്രബാബു നായിഡു അതേ വേദിയിൽ മോദിക്കെതിരെ കഴിഞ്ഞ മാസം സമരം നടത്തുന്നതിനും ദില്ലി സാക്ഷ്യം വഹിച്ചു. ആന്ധ്രയ്ക്ക് പ്രത്യേക പദവി ഇല്ല എന്നതാണ് മോദിയുമായി പിണങ്ങാൻ കാരണമായി പറഞ്ഞത്. അതിനപ്പുറം സംസ്ഥാനത്ത് BJPക്കെതിരെ ഉയരുന്ന ജനവികാരം ഘടകകക്ഷിയായ TDPക്കെതിരെ തിരിയാതിരിക്കാനുള്ള തന്ത്രപരമായ നീക്കം കൂടിയായിരുന്നു അത്. 2014 തെരഞ്ഞെടുപ്പിൽ 45.7% വോട്ട് ലഭിച്ച ജഗ്മോഹൻ റെഡ്ഡിയുടെ YSR കോൺഗ്രസ് മുഖ്യ പ്രതിപക്ഷമായി സംസ്ഥാനത്ത് ഉയർന്നു വരുന്നത് നായിഡുവിനെ ആശങ്കയിലാക്കുന്നു. സിനിമകൾക്കേറെ പ്രാധാന്യം കൊടുക്കുന്ന ആന്ധ്രയിൽ ചന്ദ്രബാബു നായിഡുവിനെ വില്ലനാക്കി പുതിയ സിനിമയും പുറത്തിറങ്ങുന്നുണ്ട്. ചലച്ചിത്ര താരം പവൻ കല്യാൺ ജനസേവാ പാർട്ടി രൂപീകരിച്ച് വലിയ മുന്നേറ്റമുണ്ടാക്കുന്നു. സൂപ്പർ സ്റ്റാർ ചിരഞ്ജീവിയുടെ സഹോദരനാണ് പവൻ കല്യാൺ. TDPയുടെ വോട്ട് ബാങ്കുകളിലാണ് പവൻ കല്യാൺ മുന്നേറ്റം നടത്തുന്നത്. സംസ്ഥാന ഭരണം കിട്ടിയാൽ പിന്നെ ദേശീയ മോഹങ്ങളാണ് നായിഡുവിന്. പ്രതിപക്ഷ പാർട്ടികളെ ഒരുമിച്ച് BJPക്കെതിരെ നീങ്ങുന്നത് ദില്ലിയിലെ താക്കോൽ സ്ഥാനം ലക്ഷ്യമിട്ട് തന്നെ. 175 അംഗ നിയമസഭയിൽ 103 സീറ്റ് TDPക്ക്, 67 സീറ്റ് YSR കോൺഗ്രസിന്. 1996 വരെ ആന്ധ്രാപ്രദേശ് ഭരിച്ചിരുന്ന കോൺഗ്രസ് സംസ്ഥാന വിഭജനത്തിനു ശേഷം പൂർണ്ണമായും തുടച്ചു നീക്കപ്പെട്ടിരിക്കുന്നു. ചന്ദ്രബാബു നായിഡുവുമായി സഖ്യത്തിലാകും ഇത്തവണ ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ നേരിടുകയെന്ന സൂചന കോൺഗ്രസ് നൽകുന്നു. ന്യൂസ് ബ്യൂറോ, ദില്ലി.